ദൈവത്തിന് മഹത്വം. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവ വചനത്തിൻ്റെ കേൾവിക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ ഒരുക്കിയിരിക്കുമ്പോൾ ദൈവവചനം പറയും, നല്ല നിലത്ത് വീണ വിത്ത് പോലെ ദൈവവചനം നമ്മൾ ഹൃദയങ്ങളിൽ വീഴുവാനും അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന അളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ മീതെ പരിവർത്തിക്കുകയും ചെയ്യും. നമുക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പലപ്പോഴും കേട്ട വചനങ്ങളായിരിക്കും പിന്നെയും കേൾക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വചനം കേൾപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ കേട്ട് മറക്കുന്നവരായിട്ടല്ല, മറിച്ച് വചനം കേട്ട് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവത്തിലോട്ട് നാം ഓരോരുത്തരും ആയിത്തീരണം. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ വചന കേൾവി കൊണ്ട് നമുക്ക് പ്രയോജനമുള്ളൂ. അതല്ല എങ്കിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, കേട്ടത് അവരിൽ വിശ്വാസമായി പരിണമിച്ചില്ല, അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശനായിട്ട് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് 100 മേനി ഫലം പുറപ്പെടുവിക്കണം. നമുക്ക് സൗകര്യമുള്ള വചനങ്ങൾ മാത്രം നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതല്ല, അതിന് മാത്രം ആമേൻ പറയുക എന്നുള്ളതല്ല. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാണ് എന്ന് ദൈവജനം നമ്മൾ ഓർമ്മപ്പെടുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവത്തിൻ്റെ മനുഷ്യനെ ഒരുക്കി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളീ മറിഞ്ഞു കിടക്കുന്ന എല്ലാ മലിനതകളെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും വചനങ്ങളെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് മാത്രം ഒരു വ്യക്തി അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്ന് വരത്തില്ല. അതുകൊണ്ട് കേൾക്കുന്ന ഓരോ വചനങ്ങളും നമ്മൾ ഹൃദയത്തിൽ പ്രാവർത്തികമാക്കുമെന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ സഹായിക്കുകയും പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിൽ ഗ്രഹിപ്പാനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യനാണിത് പ്രയോജനമുള്ളത്, അല്ലാത്തവർക്കിത് പ്രയോജനമുള്ളതല്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കുക, ഞാനൊരു ദൈവ മനുഷ്യനാണെങ്കിൽ, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ ആ വ്യക്തിയെ തികഞ്ഞ പുരുഷത്വത്തിലേക്കും ക്രിസ്തു എന്ന തലയോളം വളരുവാനും ദൈവത്തിൻ്റെ എല്ലാ നിറവിലേക്കും നിറയ്ക്കുവാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത് ദൈവവചനമാണ്. അതുകൊണ്ട് പറയുന്നു, ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. അതാണ് ദൈവഹൃദയത്തിൽ ആഗ്രഹം. സകല സൽപ്രവൃത്തികൾ കൂടിയിട്ടാണ് ഒരു വ്യക്തി തികഞ്ഞവനാകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടിയാണ് ഞാൻ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, നടക്കേണ്ടത്, വ്യക്തിജീവിതം, കുടുംബജീവിതം, ബന്ധങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെയാണ് തികഞ്ഞവനാകുക എന്ന് പറയുന്നത്. തികഞ്ഞവനാകേണ്ടതിന് ദൈവവചനം നമ്മളെ ഉപദേശിക്കും, ശാസിക്കും, ഗുണീകരിക്കും, നീതിയിൽ അഭ്യസിപ്പിക്കും. ഈ 4 വഴിയിൽ കൂടിയാണ് ഒരു വ്യക്തിയെ തികവുള്ളവനാക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉപദേശിക്കും, ഉപദേശത്തിനും, പിന്നെ അടുത്തതാണ് ശാസനത്തിനും, പിന്നെന്താണ് ഗുണീകരണത്തിനും, അടുത്തത് നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കയറി വരുവാനായിട്ട് ഓരോരോ വചന കേൾവി നമ്മളെ സഹായിക്കട്ടെ. പ്രത്യേകാൽ കർത്താവിൻ്റെ വരവൊക്കെ അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോക സംഭവങ്ങളും പ്രാദേശിക സംഭവങ്ങളും മാത്രമല്ല, ഇസ്രായേലിനെ നോക്കാനായിട്ട് ദൈവവചനം പറയുന്നുണ്ട്. അതൊക്കെ അതിനോടുള്ള ബന്ധത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അധികമായിട്ട് ഒരുങ്ങേണ്ട ഒരു സമയം കൂടിയാണ്. കാരണം നിലച്ചിരിക്കാത്ത നാഴികയിലാണ് മനുഷ്യപുത്രം വരുന്നത്. ആ സമയത്തല്ല ഒരുങ്ങാൻ സമയം കിട്ടുന്നത്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മൾ കടന്നു പോകുന്ന പരിവരുത്ത സാഹചര്യങ്ങളിൽ, പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലൊക്കെ ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ദൈവ തേജസ്സിലേക്ക് വളർന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ വിനിയോഗിക്കാനൊക്കെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് പൗലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 25 മുതൽ ഉള്ള വാക്യങ്ങൾ നമുക്ക് 27 വരെ ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാദാനം എന്തെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. അപ്പോൾ ഓരോ ശുശ്രൂഷകന്മാരെയും ദൈവത്തിൻ്റെ ഉദ്യോഗസ്ഥരായിട്ടാണ് ദൈവം നിയമിച്ചിരിക്കുന്നത്. ദൈവവേലക്കാർ, അതിനാണ് ദൈവവേലക്കാർ എന്ന് പറയുന്നത്. ആ ശുശ്രൂഷ എന്താണെന്ന് വ്യക്തമായിട്ട് താഴേക്ക് പറയുമ്പോൾ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം. എന്താണ് ഉദ്യോഗം എന്ന് വെച്ചാൽ അടുത്ത് പറയാണ്, ദൈവവചന ഘോഷണം നിവർത്തിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ വേണ്ടുവണ്ണം പറഞ്ഞ് ദൈവഹിതത്തിലേക്ക് ഓരോ വ്യക്തികളെയും ഒരുക്കി കൊണ്ടുവരണം എന്നുള്ളതാണ് തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗം.
മനസ്സിലായില്ലേ? നമ്മളൊരു ജോലിക്ക് ഒരാളെ നിയമിക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമുള്ളതല്ല ചെയ്യേണ്ടത്, മറിച്ച് നിയമിച്ച വ്യക്തി എന്ത് പറയുന്നു അതാണ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയണം, എന്നെ ദൈവം ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ഉദ്യോഗം എന്നെ ഭരമേൽപ്പിച്ചു. ആ ഉദ്യോഗം എന്താണെന്ന് ഇവിടെ പറയാണ്, അത് ദൈവവചന ഘോഷണം നിവർത്തിക്കണം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, അതിൽ മായം ചേർക്കാതെ, വെള്ളം ചേർക്കാതെ, കൂട്ടാതെ കുറയ്ക്കാതെ കൃത്യമായി പറഞ്ഞ് ഒരുക്കി ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താണെന്ന് വെളിപ്പെടുത്തണം. വെളിപ്പെടുത്തിക്കൊണ്ട് മാത്രം പോരാ, തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയും വേണം. അപ്പോസ്തലനായ പൗലോസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പഠിപ്പിക്കുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ അത് എന്ത് ചെയ്തിരുന്നു? പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഓരോ ശുശ്രൂഷകന്മാരും ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ഉദ്യോഗം പരമേൽപ്പിച്ചിരിക്കുന്ന ഓരോ ശുശ്രൂഷകന്മാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ള മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്ന എനിക്ക് മാത്രമല്ല അതിനായി പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും തന്നെ എന്ന് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയാം, നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ജാതികളുടെ ഇടയിൽ നിന്ന് ദൈവം തൻ്റെ നാമത്തിനായ ഒരു കൂട്ടത്തെ വിളിച്ച് വേർതിരിച്ചു. അതാണ് സഭ എന്ന് പറയുന്നത്. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ആ ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്ന അളവിൽ ഓരോരുത്തരെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവം വിളിച്ച് ലോകമെമ്പാടും ചേർത്തുകയാണ്. ആ ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തികളെയും ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാരെ ചെയ്യണം, കൃത്യമായ അളവിൽ വചനം അവരെ പറയുകയും പഠിപ്പിക്കുകയും മാതൃകയുള്ളൊരു ജീവിതം നയിക്കുകയും ചെയ്തുകൊണ്ട് അവരെ ഒരുക്കിയെടുക്കണം. അതാണ് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. എന്നിട്ട് പറയാം, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും വെളിപ്പെടുന്നില്ല, അവന്റെ വിശുദ്ധന്മാർക്കാണ് എന്ത് ചെയ്യുന്നത്? വെളിപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിച്ച് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് പാപക്കറകളെ കഴുകിക്കളഞ്ഞ് ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരുവാനായിട്ട് തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ ദൈവമായ ഒരു ബന്ധത്തിലേക്ക് വരുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് വെളിപ്പെട്ട് കിട്ടുക, വെളിപ്പെടുന്നതാണ്. അല്ലാണ്ട് ഇത് ബുദ്ധിയിൽ പഠിക്കുന്നതല്ല. വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവം എന്ത് ചെയ്യണം? തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരണം, റിവീൽ ചെയ്യുക, അല്ലെ? വെളിപ്പാട് പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ നമുക്കുണ്ട്. അപ്പോൾ ദൈവം കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരണം. നമ്മളുടെ ബുദ്ധിയിൽ ഓരോ വചനവും വായിച്ചിട്ട് ഇത് ഇങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളല്ല, മറിച്ച് എഴുതപ്പെട്ട വചനം, എഴുതപ്പെട്ട ആത്മാവിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനെയാണ് ഈ പറയുന്നത്. എന്ത്? അത് പൂർവ്വകാലങ്ങൾക്ക് തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കും. എല്ലാവർക്കും വെളിപ്പെടുത്തില്ല. അവന്റെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവനുമായിട്ടുള്ള ഒരു ബന്ധമുള്ള, തലയോട് ചേർന്നിരിക്കുന്ന, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന, വചനം അനുസരിക്കുന്ന, വിശുദ്ധിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന, യേശുവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന, തന്റെ ജീവിതം കൊണ്ട് യേശുവിനെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികൾക്കുമാണ് അധികമായിട്ട് എന്ത് ചെയ്യുന്നത്? ദൈവ മഹത്വം വെളിപ്പെട്ട് കിട്ടുന്നത്. അഥവാ ദൈവം അധികം കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. തുടർന്ന് പറയാണ് 27, ഈ വാക്യമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. എന്നിട്ട് പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതൊരു ചെറിയ കാര്യമായിട്ട് കാണണ്ട. സകല ചരാചരത്തിലുടയവനും സകലത്തിന്റെ സൃഷ്ടാവും മഹത്വത്തിൽ വസിക്കുന്നവനുമായ ദൈവം മഹത്വം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ മഹത്വം നമ്മളിൽ വെളിപ്പെടുത്തുവാൻ ആ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ഒരു വ്യക്തി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളിൽ വസിച്ചും കൊണ്ട് ആ മഹത്വമുള്ള ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുകയാണ്. മാത്രമല്ല നമ്മളും ആ മഹത്വം ഉള്ള ദൈവത്തിന്റെ പുത്രപുത്രന്മാരായി ദൈവ തേജസ്സിനെ വഹിക്കുന്നവരായി നമ്മൾ മാറണം. അപ്പോൾ ഇവിടെ പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയാം, ഇതൊരു മർമ്മമാണ്. ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം, അല്ലെ? ദൈവത്തിന്റെ ഇഷ്ടം എന്തുവാ? നമ്മളും ആ മഹത്വമുള്ള ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന, മഹത്വത്തിന്റെ വാഹകരായി നമ്മൾ മാറണം. മഹത്വമുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളും നിൽക്കണം. അത് വെളിപ്പെടുത്തി തരുവാനായിട്ട് ദൈവത്തിന് ഇഷ്ടമായി. അതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, ആ മർമ്മം, ഇതൊരു മർമ്മമാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയായി ഒരു വ്യക്തിയിൽ ക്രിസ്തു, ഈ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എങ്ങനെയാ ഒരു വ്യക്തിയിൽ ഇരിക്കുക?
ഇതിപ്പോൾ നമുക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന കാര്യമാണോ? എല്ലാവർക്കും ഇങ്ങനൊരു അനുഭവത്തിൽ മഹത്വത്തിന് പ്രത്യാശയായി ക്രിസ്തു ഇരിക്കണം, അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ കിട്ടുന്നതാണെങ്കിൽ എല്ലാവർക്കും വലിയ താല്പര്യമാണ് അല്ലേ? നമ്മൾ പഴയ ഉടമ്പടി പുസ്തകത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം, പെട്ടകം വീട്ടിലോട്ട് വരുമ്പോൾ അവിടെ ഒബേദ്നെഗോവിന്റെ ഭവനത്തിൽ പെട്ടകം ഇരുന്നപ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ പെട്ടകം പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റി തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മഹത്വത്തിന് പ്രത്യാശയെ ക്രിസ്തു ഒരുവനിൽ വസിക്കുകയാണെങ്കിൽ അത് വലിയ കാര്യമാണ്. എങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് ഈ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെ നമ്മളിൽ വസിക്കുന്ന ഒരു അനുഭവത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പലരും പള്ളികൾ പണിയുന്നു, അമ്പലങ്ങൾ പണിയുന്നു, അല്ലെങ്കിൽ പ്രതിഷ്ഠകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ എന്താ പറയുന്ന ഈ കുടുംബക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊണ്ടിരുത്താൻ പറ്റുന്ന ഒന്നാണോ ഈ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെ നമ്മളിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തും കൊണ്ട് ഇരുത്താൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെയൊന്നും ഇരുത്താൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇതൊരു മർമ്മമാണ്, ഇത് ദൈവം വെളിപ്പെടുത്തി തരണം. ഇതൊരു തീരുമാനത്തിൽ കൂടി മാത്രമാണ് ഈ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു ഒരു വ്യക്തിയിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആണ് ഇതിന്റെ പ്രാരംഭം കിടക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അവിടെ 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, അവനെ കൈക്കൊള്ളണം. മനസ്സിലായോ? ദൈവം ആരാണെന്ന് അറിയണം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ഈ ദൈവത്തിന്റെ മഹത്വം ഒരു വ്യക്തിയിൽ പ്രവേശിക്കുവാനും ആ വ്യക്തിയെ മഹത്വത്തിന്റെ പുത്രിപുത്രന്മാരായി തീർക്കുവാനുമുള്ള ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ യേശു ആരാണെന്ന് അറിയണം അല്ലെ? യേശു ആരാണ്? ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു, യേശു ആരാണ്? ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്, വർഷങ്ങളായിട്ട് ജനിച്ചത്. പക്ഷേ യേശുവിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാ? അവൻ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. മത്തായിയുടെ സുവിശേഷം 1:21. അടുത്ത വാക്യം പറയുന്നത് അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താ അർത്ഥം? ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു അഥവാ ഇമ്മാനുവേൽ, ദൈവം നമ്മളോട് കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്കുള്ള ഒരു ദൈവപ്രവൃത്തിയിലേക്ക് ദൈവം എന്ത് ചെയ്യാണ്? ആ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളെ നടത്തുകയാണ്. തുറന്നു പറയുന്നുണ്ട് അവൻ കർത്താവാണ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ ജീവിതത്തിൽ യേശു ഇനി അങ്ങാണ് എൻ്റെ കർത്താവ്. എന്തിനാ അങ്ങനെ കർത്താവ് എന്ന് പറയുന്നത്? ഈ മഹത്വം നമ്മളിൽ വന്നു, ഈ മഹത്വത്തിൻ്റെ ഒരു നിറവിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? വളർന്നു വരണം. നമ്മൾ മഹത്വം വഹിക്കുന്ന മഹത്വത്തിൻ്റെ വാഹകരായിട്ട് നമ്മൾ തീരണം. അതിനാണ് ഈ ഓരോ വചനത്തിലും ഈ മഹത്വം നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഓരോരോ വചനത്തിന്റെ അനുസരണത്തിൽ യേശുവേ നീയാണ് എൻ്റെ കർത്താവ്, ഈ വചനം എന്നിൽ കർത്തൃത്വം ചെയ്യണം, ഈ വചനം എന്നിൽ ജീവനാകണം, ഈ വചനം എന്നിൽ മാംസം ധരിക്കണം, അങ്ങയുടെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരായിരിക്കും മാറണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ ഓരോ വചനത്തിന് മുമ്പിൽ നമ്മൾ പറയും, കർത്താവേ ഞാൻ നിന്റെ കർത്തൃത്വത്തിനായി ഞാൻ സമർപ്പിക്കുന്നു, ഈ വചനം എന്നിൽ ക്രിയ ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണം. അപ്പോൾ യേശു പാപങ്ങളിൽ നിന്ന് വിടുവിച്ചു, അവൻ ഇമ്മാനുവേലായി നമ്മളോട് കൂടെ വസിച്ചു, അവൻ കർത്താവായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സകല സത്യത്തിലും വഴി നടത്തുകയാണ് ദൈവവചനത്തിന്റെ അനുസരണത്തിലൂടെ. പത്രോസിന്റെ യാക്കോബിന്റെ ലേഖനം 1:18 നമ്മൾ വായിക്കുമ്പോൾ, യാക്കോബ് എഴുതിയ ലേഖനം അതിന്റെ 1-ാം വാക്യം 1-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടത് അവൻ തന്റെ ഇഷ്ടഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിട്ടുണ്ടോ. നമ്മെ ആദ്യ ഫലമാകേണ്ടതിന് നമ്മെ സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പൊ ഈ മഹത്വം എങ്ങനെ ഒരു വ്യക്തിയിലേക്ക് വരുന്ന? സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിക്കടാത്തതും നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നില്ലേ? അപ്പോ ദൈവവചനത്തിൽ കൂടിയാണ് ഈ മഹത്വം ഒരു വ്യക്തിയിലേക്ക് എന്ത് ചെയ്യുന്നത്? പ്രവേശിപ്പിക്കപ്പെടുന്നത് അല്ലെ? ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഉരുവായ കുഞ്ഞ് ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വളർന്ന് അല്ലെ 9 മാസം കഴിഞ്ഞ് ഉദരത്തിൽ പുറത്തു വന്ന് പിന്നെയും വളർന്ന് ഒരു പക്വതയിലേക്ക് വളർന്നു വരുന്നത് പോലെ കെടാത്തത് നിലനിൽക്കുന്ന ദൈവവചനം, ആ വചനം ഒരു വ്യക്തിയുടെ അകത്ത് മാംസം ധരിച്ച് ജീവനായി തീരുമ്പോൾ എന്താ സംഭവിച്ചത്? ആ തേജസ് നമ്മളിലേക്ക് വന്നു. ഇനി നമ്മൾ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യണം? ഈ തേജസ്സിന്റെ വർധനമുണ്ട്. അതാണ് വചനത്തിൽ പറയുന്നത്, നിങ്ങൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. അപ്പൊ ഈ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോരോ വചനത്തിന്റെ അനുസരണത്തിൽ കൂടിയാണ് ഈ തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്നത്. മനസ്സിലായോ?
ഓരോരോ വചനവും പരിശുദ്ധാത്മാ നമ്മളെ വഴി നടത്തി, ഓരോരോ വചനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മളെ വഴി നടത്തി ആ ദൈവ തേജസ്സിലേക്ക്, തേജസ്സിന്റെ പൂർണ്ണതയിലേക്ക്, തേജസ്സിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, തേജസ്സുള്ള കർത്താവിന്റെ, സൂര്യനെ വെല്ലുന്ന 10,000ങ്ങളിൽ സുന്ദരനായ കർത്താവിന്റെ തേജസ്സുള്ള മുഖം കാണുന്ന ഒരു അളവിലേക്ക് നമ്മളെ ഒരുക്കിയെടുക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മളിൽ ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചു. എന്ത് നല്ല പ്രവൃത്തി ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ തേജസ് നമ്മളിൽ പകർന്നു, വീണ്ടും ജനനത്തിൽ കൂടി തേജസ് പകർന്നു. ഈ തേജസ്സിനെ ഓരോ ദിവസവും വളർത്തി കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് എന്തിനു നൽകുന്നത്, വാഗ്ദത്തത്തെയും പരിശുദ്ധാത്മാവിന്റെ ദൈവം നമുക്ക് നൽകുന്നത്. ഈ വാഗ്ദത്തത്തെയും പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്, നല്ല പ്രവൃത്തി ആരംഭിച്ചതിനെ വളർത്തുകയാണ്. എങ്ങനെ? വചനത്തിൽ കൂടി, അല്ലെ? വചനത്തിൽ കൂടി പോഷണം ലഭിച്ച് നമ്മൾ വളർന്ന് നമ്മൾ ഈ അകത്തുരുവായ മനുഷ്യനെ വചനാനുസരണത്തിൽ കൂടി സകല സത്യത്തിലും വഴി നടത്തി ആ തേജസ്സിന്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നതുവരെ റോമലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യും, നമ്മളെ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിർത്തുന്നത് വരെ എന്ത് ചെയ്യാം, നമ്മളിൽ പരിവർത്തിച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോധ്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ചു ക്രിസ്തുയേശുവിന്റെ നാളോളം അതിനെ തികയ്ക്കുന്ന ഒരു പദ്ധതി നമ്മളിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരു ജീവിതം, ഇത് ഇടയ്ക്ക് മാറിപ്പോകാനായിട്ട് പറ്റത്തില്ല. പലരും മാറിപ്പോവുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വചനത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, യൂദ കർത്താവിന്റെ ആ സന്നിധിയിൽ നിന്നൊക്കെ അകന്നുപോയി അത്ഭുതം ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, അപ്പം വർദ്ധിപ്പിച്ചു, ഒക്കെ ചെയ്തെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ നിന്നും പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മനസ്സിലാക്കാതെ തിരിഞ്ഞുപോയി. ദേമാസ് ലോകത്തെ സ്നേഹിച്ച് അപ്പോസ്തലനായ പൗലോസിനെ വിട്ടുപോയി, അല്ലെ? വലിയൊരു ശുശ്രൂഷ പരമേൽപ്പിച്ചിരുന്ന പൗലോസിനോട് കൂടെ നടന്ന് ദേമാസ് വിട്ടുപോയി. ഹ്യൂമനിയോസും അലക്സാണ്ടറും, അല്ലെ, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അതുപോലെ തന്നെ പുതിയ ഉടമ്പടി പുസ്തകത്തിൽ നോക്കുമ്പോൾ അനന്യാസ്, സഫീറ, പഴയ ഉടമ്പടിയിലൊക്കെ ഒത്തിരി പേര് ഈ ദൈവമഹത്വം കണ്ടിട്ട് നശിച്ചുപോയവരെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അപ്പോസ്തലനെ നമ്മൾ ദൈവവചനത്തിലേക്ക് നോക്കുമ്പോൾ എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അനേകർ നാശത്തിലേക്ക് പോയി, നാമോ പിന്മാറി നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, അല്ലെ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? ഈ ഓരോ ദിവസവും ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഈ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ, എൻ്റെ അകത്ത് എന്നിൽ വസിക്കുന്നത് ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ഞാൻ യേശുവിന്റെ അർത്ഥം പറഞ്ഞു, എമ്മാനുവേലിന്റെ അർത്ഥം പറഞ്ഞു, കർത്താവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു. അടുത്തൊരു വാക്കാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം അഭിഷിക്തൻ, അല്ലെ? ദൈവം അഭിഷേകം ചെയ്ത് ഈ ഭൂമിയിലേക്ക് അയച്ചവൻ. അപ്പൊ ദൈവം അഭിഷേകം ചെയ്ത് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിയ, അല്ലെ, ആ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആഗ്രഹം എന്തായിരിക്കണം? എപ്പോഴും ആ വിശുദ്ധിയിൽ വളർന്നു വരാനുള്ള ഒരു ആഗ്രഹമായിരിക്കും ഉണ്ടായിരിക്കുക, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനുള്ള ഒരു ആഗ്രഹമായിരിക്കുക. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് മാതൃക കാണിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും എന്ത് ചെയ്യുന്നു? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു. ഞാൻ സ്വയമായി ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, അവൻ എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിൽ വസിക്കുന്നത് ഒരു വീണ്ടും ജനനം പ്രാപിച്ച, യഥാർത്ഥ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയിൽ മാത്രമേ ഈ ക്രിസ്തു ഉണ്ടാകത്തുള്ളൂ എന്നുള്ള കാര്യം മറന്നു വരും. ജനിക്കാത്തൊരു കുഞ്ഞിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളർത്താനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മളുടെ അകത്ത് വീണ്ടും ജനനത്തിൽ കൂടി വന്ന ഈ മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നമ്മളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത് ചെയ്യണം? ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു ബോധ്യമുള്ള ഒരു വ്യക്തികളെ എഫെസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയാണ്, നമ്മൾ ഇത്തരം മൂല്യമുള്ള വ്യക്തികളായതുകൊണ്ട് നമ്മളെ എവിടെയാണ് ദൈവം ഇരുത്തിയിരിക്കുന്നതെന്ന് പറയാണ്. കാരണം ഈ മഹത്വം ഒരു വ്യക്തിയിൽ വർദ്ധിച്ചു വരണമെങ്കിൽ അവന്റെ പദവി എന്താണ്, അവൻ ആരാണെന്നുള്ളൊരു ബോധ്യമുണ്ടോ? 2:7 വായിച്ച്, ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത തരത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടത് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെ പറയാ ക്രിസ്തുയേശുവിൽ. ഇവിടെ കണ്ടോ, നേരത്തെ നമ്മൾ പറഞ്ഞ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ഇവിടെ പറയാണ് ക്രിസ്തുയേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇരുത്തുന്നല്ല പറഞ്ഞ, സ്വർഗത്തിൽ ഇരുത്തി. ആണോ? നമ്മൾ മരിച്ച് സ്വർഗത്തേക്ക് പോകുന്നല്ല പറയുന്നത്. ഇന്ന് നമ്മൾ വസിക്കുന്ന എവിടാണ്? ഇന്ന് നമ്മൾ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ്. പലർക്കും ഈ ഒരു ബോധ്യമില്ലാത്തതിന്റെ കാരണം എന്താ? കാരണം കണ്ണ്, ഈ ലോകത്തിന്റെ ദൈവം എന്ത് ചെയ്തിരിക്കുക? പലരുടെയും കണ്ണ് കുരുട്ടാക്കിയിരിക്കുക. ഈ സ്വർഗീയമായതിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ കുരുട്ട് കണ്ണുകൾക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ല. എന്നാൽ
നമ്മളെ കർത്താവ് കുരുട്ടുകണ്ണുകളെ നമ്മൾ തുറക്കുമ്പോഴാണ് നമ്മൾ സ്വർഗ്ഗസ്ഥലങ്ങളിൽ നമ്മൾ ഇരുത്തിയിരിക്കുന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ബോധ്യം നമുക്കുണ്ടായാൽ അതിനൊത്തവണ്ണമാണ് എന്ത് ചെയ്യുന്നത്, ആ വ്യക്തി ജീവിക്കുക. മാത്രമല്ല ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇതിനെ ഉറപ്പിക്കുന്ന ഒരു വാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം പറയാണ്, കണ്ടോ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. കണ്ടോ, വീണ്ടും പറയാണ്, നമ്മൾ സ്വർഗത്തിൽ ഇരുത്തി. പിന്നെ നമ്മൾ ഓർമ്മപ്പെടുത്താണ്, നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. എന്തിനാ സ്വർഗീയ പൗരന്മാരാക്കി നമ്മളെ പൗരത്വ സ്വർഗത്തിലാണെന്ന് പറയുന്നത് എന്താ കാരണം? അടുത്ത അതിനോട് ചേർന്ന് പറയാണ്, കാത്തിരിക്കുന്നു. ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തുവാ? അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ കേട്ടപ്പോൾ പലപ്പോഴും പറയും, നമുക്കറിയാം ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യേശുവിനോട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അത് പിതാവല്ലാതെ പുത്രനും ദൂതന്മാര് പോലും അറിയുന്നില്ലെന്ന് പറയുന്നുണ്ട്, അല്ലേ? അങ്ങനെ പറയുന്നില്ല യേശു എപ്പോഴും വരിക എന്നുള്ളത്. പക്ഷെ ഇവിടെ നോക്കി, നമ്മളെ സ്വർഗ്ഗസ്ഥലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നതെങ്കിൽ ആ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയത്തില്ലേ ഇവിടെ ഭൂമിയിൽ വസിക്കുന്ന ഈ തൻ്റെ മക്കളെ ചേർപ്പാനായിട്ട് കർത്താവ് വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ലേ? അറിയാതിരിക്കോ? തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിലിരിക്കുന്ന വ്യക്തികൾക്ക് അറിയാം നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്. നമ്മൾ ഏലിയാവിനെയും എലീശയെയും നോക്കുമ്പോൾ, ഏലിയാവ് എടുക്കപ്പെടുവാനുള്ളൊരു സമയമായി എന്ന് എലീശ അറിഞ്ഞപ്പോൾ ഈ ഏലിയാവ് തന്നെ പലപ്പോഴും അവനെ തൻ്റെ അടുക്കൽ നിന്ന് മാറ്റുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എലീശയ്ക്ക് എന്താ അറിയായിരുന്നു? ഈ തൻ്റെ ഗുരു അല്ലെങ്കിൽ പ്രവാചകനായ ഏലിയാവ് എടുക്കപ്പെടാനുള്ളൊരു സമയമായി എന്ന് ആർക്കും കൂടി മനസ്സിലായി, എലീശയ്ക്കും കൂടി മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെയുള്ള പ്രവാചക ശിഷ്യന്മാരൊക്കെ ഇത് പറയുന്നുണ്ടല്ലോ, അല്ലെ? അവർക്ക് എങ്ങനെയാണ് അത് അറിയുന്നത്? ഏലിയാവ് എടുക്കപ്പെടാറായെന്ന് അവർക്ക് എങ്ങനെ അറിയുന്നത്, അല്ലെ? അവർ പറയുന്നുണ്ട് എടുക്കപ്പെടുമെന്ന് നീ അറിയുന്നില്ല. അവർ പറഞ്ഞു, നീ മിണ്ടാണ്ടിരിക്കേ, നിങ്ങൾ മിണ്ടാതിരിക്കേ, അവനറിയാം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കാരണം ഇത് എടുക്കപ്പെടുമ്പോൾ അവന് വേണ്ടത് ഏലിയാവിന്റെ ഇരട്ടി ആത്മാവിന്റെ പങ്ക് ആഗ്രഹിച്ചിരുന്ന എലീശ ഒരു നിമിഷം പോലും എന്ത് ചെയ്യുന്നില്ല, ഏലിയാവിൽ നിന്നും കണ്ണ് മാറ്റുന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം അറിയാം ഏത് സമയത്തും എടുക്കപ്പെടാം എന്ന് അറിയാവുന്ന എലീശ വേറെ മറ്റൊരു കാര്യത്തിലും എന്ത് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വരും എന്നൊക്കെ വചനം പറയുമ്പോൾ അതിനർത്ഥം ഈ ലോകത്തിന്റെ വഴികളിൽ നടക്കുന്നവർക്ക് അത് അറിയത്തില്ല. പക്ഷെ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അത് നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവവചനത്തിലോട്ടും വിശുദ്ധിയിലോട്ടും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാനും പ്രാർത്ഥനയിൽ വർദ്ധിച്ചു വരുവാനും എല്ലാവരോടും സമാധാനം ആചരിക്കുവാനും ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തുവാനും ആരോടും കയ്പില്ലാതെ പകയില്ലാതെ പിണക്കമില്ലാതെ കർത്താവ് പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യതയോടുകൂടെ നിറവേറ്റി സകലതും നിവൃത്തിയായി എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മളുടെ ജീവിതവും ആയിത്തീരണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയാണ് നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യും, രക്ഷിതാവായി വരും. കണ്ടോ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്ക് പറയാം, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ കേട്ടോ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോൾ ഈ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന പ്രവൃത്തി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് സംഭവിക്കുന്നതെങ്കിലും ആ ഒരു സംഭവം നമ്മളിൽ നടക്കുവാനായിട്ട് ഇന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യണം? ദൈവവചനാനുസരണത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ, വിശുദ്ധിയിൽ, വേർപാടിൽ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിൽ എന്ത് ചെയ്യണം? നാം ജീവിക്കണം. ഇതൊരു ചെറിയ കാര്യമല്ല. മാത്രമല്ല ഇതിനെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് മറ്റു പല ലേഖനങ്ങളിൽ എഴുതുമ്പോൾ പറയുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2 കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം അവിടെ പറയാണ്, നാം 2 കൊരിന്ത്യ ലേഖനം 3-ന്റെ
2. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. ഇവിടെ പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. എന്നിട്ട് പറയാ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നല്ലോ. കണ്ടോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. ഈ പറഞ്ഞതിന് അർത്ഥം എന്താ? ഒരു നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിൻ്റെ ഒരു പത്രമായിട്ട് നമ്മൾ തീരത്തക്ക രീതിയിൽ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പത്രം എന്തിനാ വായിക്കുന്നത്? അല്ലെ, നമ്മൾ പുതിയ പുതിയ വാർത്തകൾ തലേദിവസ പത്രമൊന്നും ആരെടുത്ത് വായിക്കാറില്ല. എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മളിൽ വരേണ്ടത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മളിപ്പോഴും പലപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ആ കർത്താവിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒരു രൂപാന്തരം നമ്മൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പഴയ ആ സ്വഭാവത്തിൽ അതേ ശൈലി തന്നെ സംഭാഷണത്തിലും ഇടപെടലുകളിലും ബന്ധങ്ങളിലും എല്ലാ കാഴ്ചപ്പാടുകളിലും ഒരു മാറ്റമില്ലാതെ വരികയാണെങ്കിൽ അതിൽ ദൈവത്തിന് പ്രസാദമില്ല. ഓരോ ദിവസവും തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്യാരക്ടറിൽ മാറ്റം സംഭവിക്കും, കാഴ്ചപ്പാടുകളിൽ മാറ്റം സംഭവിക്കും, ചിന്തകളിൽ മാറ്റം അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് വിളങ്ങുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ പറയാണ്, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ. കൽപ്പലകയിലല്ല, ഹൃദയമെന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. കണ്ടോ, എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മാംസപ്പലകയിൽ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കല്ല് പോലുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് ഒരു ക്യാരക്ടർ ഫോർമേഷൻ ഉണ്ടാകത്തില്ല. എന്നാൽ നമ്മളെ കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റി ദൈവവചനം നമ്മളുടെ അകത്ത് എഴുതുമ്പോൾ ആ വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടിയുള്ള ദൈവിക ജീവൻ നമ്മളിൽ വെളിപ്പെടുമ്പോഴാണ് ക്യാരക്ടറിൽ മാറ്റം വരുന്നത്, കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുന്നത്, ചിന്താഗതികളിൽ മാറ്റം വരുന്നത്. അങ്ങനെയുള്ളൊരു മാറ്റം ഒരു പത്രം പോലെ, ക്രിസ്തുവിൻ പത്രമായിട്ട് യേശുവിനെ നമ്മളുടെ വാക്കുകളിൽ കൂടി പ്രവൃത്തികളിൽ കൂടി വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറും എന്നായി പറഞ്ഞതിനർത്ഥം. മനസ്സിലായോ? ഈ ഒരു അനുഭവത്തിലേക്ക് നമ്മളിൽ ഒരു രൂപാന്തരം സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കാറുണ്ട്, എന്നാൽ മറ്റുള്ളവരുടെ കണക്കൊന്നും കർത്താവ് നമ്മളോട് ചോദിക്കത്തില്ല. നിന്റെ കാര്യവിചാരകത്തിൻ്റെ കണക്ക് ഏൽപ്പിക്കാൻ പറയുന്നൊരു ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി പ്രാഗൽഭ്യത്തോടെ നിൽക്കണമെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ, അവസരങ്ങളിൽ, ബന്ധങ്ങളിൽ, കൊടുക്കൽ വാങ്ങൊക്കെ നമ്മൾ എങ്ങനെ ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ എല്ലാത്തിനും കണക്ക് കൊടുക്കും. മാത്രമല്ല, നമ്മൾ പറയുന്ന ഓരോരോ വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കുന്നതൊക്കെ പറഞ്ഞിട്ടും പലപ്പോഴും നമുക്കതിൻ്റെ ബോധ്യം അല്ലെങ്കിൽ ഉറപ്പൊന്നും അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമായിട്ട് പലർക്കും തോന്നില്ല. ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. വാക്കുകൾ പെരുകിയാൽ ലംഘനമുണ്ടാകും എന്നൊക്കെ ദൈവവചനം പറയുന്നുണ്ട്. നമ്മുടെ വാക്കുകൾ എപ്പോഴും ജീവനുള്ളതായിരിക്കണം, തേജസ്സുള്ളതായിരിക്കണം, യേശുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. അവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു ഉറവയിൽ നിന്നും 2 തരം വെള്ളം പുറപ്പെടത്തില്ല, അല്ലേ? അപ്പൊ നമ്മുടെ അകത്ത് ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത് എന്ന് ദൈവവചനം. നമ്മുടെ ഹൃദയത്തിൽ എന്തിരിക്കുന്നു അത് വായി കൂടി പുറത്തു വരും. അപ്പോൾ നമ്മളെല്ലായ്പ്പോഴും അവിടെ ഇരിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് വചനം പറയുന്നത്, വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വചനം വസിക്കുന്നത് അനുസരണത്തിൽ കൂടി മാത്രമാണ്. അതല്ലെങ്കിൽ ആ വചനം നമ്മളെ വസിക്കാതെ അത് ഇറങ്ങിപ്പോകും, അത് ക്രിയ ചെയ്യത്തില്ല, അത് കെട്ടുപോകും. എന്നാൽ വചനം അനുസരിക്കത്തക്ക രീതിയിൽ ഒരുക്കപ്പെട്ടൊരു നിലമായി തീർന്നാൽ ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ പത്രമായിട്ട് നമ്മൾ തീരാൻ ഇടയായിത്തീരും. ഗലാത്യ ലേഖനം 3:27 വായിക്കുമ്പോൾ, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 27 അത് പറയാണ്, നമ്മൾ ആരെ ധരിച്ചിരിക്കുന്നത്, നമ്മൾ വസ്ത്രമൊക്കെ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമൊക്കെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും. നല്ല വസ്ത്രമൊക്കെ നമ്മൾ ധരിക്കും, നല്ല ടിപ്പായിട്ടൊക്കെ നടക്കും. പക്ഷേ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടൊന്നും പ്രത്യേകിച്ച് പ്രയോജനമില്ല. ഇവിടെ പറയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ ജ്ഞാനം ഏൽപ്പിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കിയേ, ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ എന്തിനു വേണ്ടി സ്നാനമേൽക്കുന്നത്? ക്രിസ്തുവിനെ ധരിക്കുവാൻ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവിനെ എങ്ങനെ ധരിക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിനെ ധരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വസ്ത്രം ഇട്ട് നടക്കുന്ന പോലെ നടക്കാൻ പറ്റുന്നൊന്നല്ല. ക്രിസ്തുവിനെ ധരിക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ അകത്താണ് ഈ രൂപാന്തരം ഉണ്ടാകുന്നത്. അകത്ത് ഉരുവായ ക്രിസ്തുവിനെ നമ്മളുടെ നമ്മളുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തുമ്പോഴാണ് ഈ ക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു അനുഭവം മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരു അനുഭവത്തിൽ, അല്ലേ? ഞാൻ നേരത്തെയൊക്കെ പറയാറുണ്ട്, എല്ലാവരും കിണർ കുത്തി അവർ വെള്ളം കണ്ടില്ല. പക്ഷേ അല്ലേ, ആര് കിണർ കുത്തിയപ്പോഴാണ് വെള്ളം കണ്ടത്?
ഇസഹാക്ക് കിണർ കുത്തിയപ്പോൾ വെള്ളം കണ്ടു. അപ്പോൾ അവിടെ പറയുന്നൊരു വാക്ക് ഇതാണ്, യഹോവ നിന്നോട് കൂടെയുണ്ട്, ഞങ്ങൾ സ്പഷ്ടമായി കണ്ടു. അതെങ്ങനെ കണ്ടത്? കാണാനായിട്ട് എന്തെങ്കിലും അവൻ വല്ലതും ചെയ്തിരുന്നു? അവിടെ ഒന്നും ചെയ്തില്ല. ആ വ്യക്തിയുടെ ജീവിതം കൊണ്ട്, ആ വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട്, ആ വ്യക്തിയുടെ ഇടപെടലുകൾ കൊണ്ട്, ആ വ്യക്തിയുടെ സംസാരം കൊണ്ട് നമ്മളെ കാണുന്നവർ മനസ്സിലാക്കി ഈ വ്യക്തിക്ക് ഒരു വ്യത്യാസമുണ്ട്, ഈ വ്യക്തിക്ക് ഒരു മാറ്റമുണ്ട്, ഈ വ്യക്തി നമ്മൾ ചിന്തിക്കുന്ന ആൾ പോലെയല്ല, ഇവനൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറയും. നമ്മൾ ഓരോ ബൈബിളിൽ ഓരോ കഥാപാത്രങ്ങളെ നോക്കുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കും. ഓരോ വ്യക്തികൾ അല്ലെ, ദാവീദിനോട് പറഞ്ഞു അവൻ്റെ ഹൃദയപ്രകാരമുള്ളവൻ. നോഹയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു അല്ലേ, നോഹ ദൈവത്തിന്റെ സന്നിധിയിൽ നീതിമാനായിരുന്നു. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തനായിരുന്നു. ഇങ്ങനെ ഓരോ വ്യക്തികളെ കുറിച്ച് പറയുന്നു. നമ്മളെ കുറിച്ച് എന്തോ പറയാ കർത്താവ്? നമ്മളെ കുറിച്ച് എന്ത് പറയും അല്ലേ? അവരെ കുറിച്ചൊക്കെ പറഞ്ഞു നമുക്ക് വായിക്കാനും പ്രസംഗിക്കാനൊക്കെ താല്പര്യമാണ്. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, കർത്താവ് എന്നെ കുറിച്ച് എന്ത് പറയും? എന്തായിരിക്കും കർത്താവ് എന്നെ കുറിച്ച് പറയുന്നത്? നിങ്ങളെ കുറിച്ച് എന്തായിരിക്കും പറയുന്നത്? എന്നെ ഈ വചനം കേൾക്കുന്ന നിങ്ങളെക്കുറിച്ച് കർത്താവ് എന്തോ പറയാം അല്ലേ? നമ്മൾ അതെന്തെങ്കിലും പറയട്ടെ എന്ന് പറഞ്ഞ ഒരു ഒഴുക്കം മട്ടിൽ പറഞ്ഞാൽ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മൾക്ക് എല്ലാത്തിനും കർത്താവ് നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്ന് പറയുന്നൊരു ദിവസമുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പിതാവ്. എന്താ പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിൽ കുറഞ്ഞ ഒരു വാക്ക് പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തികളും എന്നെ കേൾക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ഓരോരുത്തരും നോക്കി പറയണം, യെസ് ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രിയാണെന്ന് കർത്താവ് പറയുന്നൊരു ജീവിതം, അതിനാണ് ധരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് നമുക്ക് ധരിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. അപ്പോൾ തിരികെ നമുക്ക് കൊലോസ്യ ലേഖനത്തിലേക്ക് വരാം. അവിടെ പറയാണ്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. അടുത്ത വാക്യം അവിടെ പറയാണ്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിനെ ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പോൾ ഒരു ഉദ്യോഗം പരമേൽപ്പിച്ചു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ആ ഉദ്യോഗം എങ്ങനെ ചെയ്യുന്നത് കണ്ടോ? അതിനായി എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടുന്നു. ഈ പോരാടുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടുള്ള ഒരു പോരാട്ടമല്ല. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ആ ഒരു പോരാട്ടമുണ്ട്. ഒരു വ്യക്തിയെ ക്രിസ്തുവിലേക്ക് ആ തികവിലേക്ക് നയിക്കുമ്പോൾ ആ വ്യക്തിയെ ആ തികവിലേക്ക് കൊണ്ടുപോകാതെ വണ്ണം അവനിൽ അല്ലെങ്കിൽ അവളിൽ വ്യാപരിക്കുന്ന പല ശക്തികളുണ്ട്. ആ ശക്തികളോടാണ് പോരാട്ടമുള്ളത്. മനസ്സിലായോ? അപ്പോൾ ആ ശക്തികൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ദൈവത്തിലേക്ക് നയിക്കുമ്പോൾ അതിനെതിരായി പോരാടും. എന്നാൽ ഇവിടെ പറയാണ്, എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടുമ്പോൾ കർത്താവാണ് നമുക്ക് വേണ്ടി അല്ലെ പോരാട്ടം അല്ലെങ്കിൽ യുദ്ധം യഹോവയ്ക്കുള്ളത്. നമ്മുടെ ഉത്തരവാദിത്വം വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിൽ കൂട്ടാതെ കുറയ്ക്കാതെ വചനം അധികാരത്തോടുകൂടി പറയുന്നൊരു അനുഭവത്തിലേക്ക് ഉള്ളൊരു ജീവിതമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ജീവിക്കണം. അപ്പോൾ ഇവിടെ പറയും ഏതു മനുഷ്യനെയും, ഇതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഇതിനാണ് ഉദ്യോഗം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്? ദൈവം ശുശ്രൂഷകാരൻ വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഇതിനോട് മായം ചേർക്കാതെ, വചനത്തിനോട് കൂട്ടാതെ കുറയ്ക്കാതെ ഒരു കൂട്ടത്തെ ദൈവ തേജസ്സിലേക്ക് ഒരുക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ. അതാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടെ പറയാം ഏതു മനുഷ്യനെയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരുടെ പുറമേയുള്ളത് നോക്കുന്നില്ല, അവരുടെ പഠിപ്പ് നോക്കുന്നില്ല, അവരുടെ പണം നോക്കുന്നില്ല, അവരുടെ പദവികൾ നോക്കുന്നില്ല. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തുക. അതാ ശുശ്രൂഷ. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ഒരു വ്യക്തികൾ നിൽക്കണം. ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കണം. ഏത് മനുഷ്യനോട് സകല കേട്ടോ, നമ്മൾ നോക്കിയേ, നമുക്ക് ഇഷ്ടമുള്ളവരോട് നല്ല പറഞ്ഞേ ഏത് മനുഷ്യനെയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദൈവം അയക്കുന്ന ഓരോ വ്യക്തികളെയും അവരെന്ത് ചെയ്യണം? അവരെ ക്രിസ്തുവിന്റെ തികവിലേക്ക് നടത്തണം. അതാണ് ശുശ്രൂഷ, അതിനാണ് ഉദ്യോഗം. നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, എനിക്ക് തോന്നുന്നവരെയല്ല, കർത്താവ് അയക്കുന്ന ഓരോ വ്യക്തി. അതിന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കണം, ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കണം. കണ്ടോ? അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് ദൈവത്തിന്റെ വചനം ഒരു വ്യക്തിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വ്യക്തിയിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാനായിട്ടിടയായി തീരും. മാത്രമല്ല മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം വെളിപ്പെട്ടു വരും. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ
ഓരോ വ്യക്തികളിലും ഉളവായി വരേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണിത്. കർത്താവിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തുന്നവരാകുക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഭവത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മഹത്വത്തിന് പ്രത്യാശയ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരാകണം. നമ്മളുടെ പൗരത്വ സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗീയ പൗരന്മാർക്കൊത്തവണ്ണം, സ്വർഗീയ പൗരത്വത്തിനൊത്തവണ്ണം ഉള്ളൊരു ജീവിതം നമ്മൾ ജീവിക്കണം. നമ്മളെ പേര് അല്ലേ, നമ്മളെ സ്വർഗത്തിലാണ് ഇരുത്തിയിരിക്കുന്നതെങ്കിൽ അതിനൊത്തവണ്ണം നമ്മൾ ജീവിക്കണം. നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമായി തീരണമെങ്കിൽ അതിനൊത്തവണ്ണമായിരിക്കുന്ന ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. ക്രിസ്തുവിനെ ധരിച്ചവരായി കർത്താവിനെ വെളിപ്പെടുത്തുന്ന ഒരു ജീവിതം ജീവിക്കണം. അതിന് കോട്ടം തട്ടുന്ന എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വചനം പറയുന്ന ലംഘനങ്ങളെ മറച്ചു വയ്ക്കരുത്, ശുഭം വരത്തില്ല. അത് ഏറ്റവും ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ് ഏതിൽ വീണിരിക്കുന്നതെന്ന് ഓർക്കണം. കർത്താവ് ഈ ഒരു പദ്ധതിയിലേക്ക് നയിച്ചുകൊണ്ട് പോകുമ്പോൾ വീണു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വീണിരിക്കുന്നതെന്ന് ഓർത്ത് എന്ത് ചെയ്യണം? മനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ കർത്താവ് ക്ഷമിക്കുകയും ഈ പറയുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് നടത്തി ആ തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ കാണുന്നൊരു അനുഭവത്തിലേക്ക് ഒരിക്കലും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സ്വർഗ്ഗസ്ഥ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, കർത്താവെ ഞങ്ങളുടെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ അനുസരണത്തിൽ കൂടി കർത്താവെ ഞങ്ങളും കർത്താവെ എങ്ങനെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വ്യക്തികളായി തീരുവാൻ, അങ്ങനെ മഹത്വത്തിൻ്റെ പങ്കാളികളായി തീരുവാൻ, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ വെളിപ്പെടുന്ന ജീവിതം ജീവിപ്പാൻ കർത്താവെ മധ്യാകാശത്തിൽ വെളിപ്പെട്ട് ആ മഹത്വത്തിലേക്ക് ഞങ്ങളെ ചേർക്കുമ്പോൾ കർത്താവെ ആ ദൈവ തേജസ്സിൻ്റെ പൂർണ്ണതയുള്ള മണവാട്ടിയായി ഒരുങ്ങുവാൻ എല്ലാവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിങ്ങളുടെ വരവേറ്റവും അടുത്തിരിക്കുന്നല്ലോ. കർത്താവെ നശിച്ചു പോകുന്നതിന് പിറകെ ഓടി കർത്താവെ നാശത്തിലേക്ക് പോകുവാനല്ല, കർത്താവ് പിന്നീട് അവിടെ നിന്നൊരു വീണ്ടെടുപ്പില്ല എന്ന് തിരിച്ചറിയാവുന്ന കോണം സുബോധത്തെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ ജ്ഞാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കഴിവുകളും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാം കർത്താവ് നിനക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആത്മാവും പ്രാണനും ദേഹവും കർത്താവിൻ്റെ വരവെങ്കിൽ അനിന്യമായി വെളിപ്പെടുമെന്നും വിശുദ്ധിയിൽ കാക്കുവെന്നൊക്കെ വേണം സുബോധത്തിൻ്റെ ആത്മാവിനെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേഹങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുകയാണ്. വചനത്തിനോട് വലിയ ദാഹത്താൽ നിറയ്ക്കണം, പരിശുദ്ധാത്മാവിൽ അഭിഷേകം ചെയ്യണം, ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം. ഓരോ ഭവനങ്ങളും സ്വർഗീയ ഭവനങ്ങളായിരിക്കാൻ കർത്താവ് സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.